വിറപ്പിച്ചോണ്ടിരിക്കണ വർഗ സ്വഭാവം കാണിക്കാണ്ടിരിക്കും തെണ്ടി. ഓ എന്റെ കാര്യം എടക്കൊക്കെ അവള് വരുന്നുണ്ട്. റെഡി ആയിക്കോ. ഒരു ജീവിത പ്രശ്നമാണേ. കർത്താവേ എന്റെ കൂടെ ഉണ്ടാവണമേ. എന്നെ ഒരിക്കലും കുഴി ചാടിക്കല്ലേ. കർത്താവ് കൂടെ ഉണ്ട്. പേടിച്ചു അല്ലേ? ഗുഡ് മോർണിംഗ്. അല്ല ഗുഡ് ഈവനിങ്. ഒരു കാര്യം പറയണോന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. അത് എവിടെ തുടങ്ങണം എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. അതിനു മുമ്പ് ഒരു ഉപഹാരം. എന്ത് പലഹാരോ? പലഹാരമല്ല, ഉപഹാരം. താങ്ക്സ്. സെയിം ടു യു. എന്തോ പറയണ്ടെന്ന് പറഞ്ഞല്ലോ. ആര് പറഞ്ഞു? ഇപ്പൊ പറഞ്ഞില്ലേ? ഓ ഞാൻ പറഞ്ഞു ഇപ്പോ. കൂടുതലൊന്നുമില്ല, 3 വാക്ക്. I love you. Stupid. കാരണം മേ ഐ കം ഇൻ സർ? പ്ലീസ് ഡു കം ഇൻ. മീറ്റ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ ഈശ്വർ. ഇത് ശ്രീനാഥ് IPS, മലയാളി, പക്ഷെ UP കാരനാണ്. ഇവിടുത്തെ കമ്മീഷണർ ആൻഡ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. തന്നോടെന്തോ പേഴ്സണലായി സംസാരിക്കണമെന്ന് പറഞ്ഞു വന്നതാ മിസ്റ്റർ ശ്രീനാഥ്. ഇരിക്കൂ ഈശ്വർ. താങ്ക് യു സർ. ഇങ്ങോട്ട് മാറി നിൽക്ക്. ഇമ്മോറൽ ട്രാഫിക്കാ ചാർജ് ചെയ്തിരിക്കുന്നത്. പ്രോപ്പർ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പെണ്ണുങ്ങളുടെ കാര്യത്തിൽ പോലീസുകാരുടെ പതിവിധ. നാളെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യും. കോടതി അവളെ റെസ്ക്യൂ ഷെൽട്ടറിലേക്ക് അയക്കും. അത് അവൾ അത്തരത്തിൽപ്പെട്ട പെണ്ണൊന്നുമല്ല. എനിക്കും അത് തോന്നുന്നുകൊണ്ടാ ഞാൻ തന്നെ അവളെ ക്വസ്റ്റ്യൻ ചെയ്തത്. അപ്പോഴാ മനസ്സിലായത് മലയാളിയാണെന്നും നിങ്ങളെ അറിയാമെന്നുമൊക്കെ. എന്നെ അറിയാമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി, അത്രേ ഉള്ളൂ. മനസ്സിലായി? അവളും അതേ പറഞ്ഞുള്ളൂ. മറ്റെന്ത് ചോദിച്ചാലും കരച്ചിലാ മറുപടി. ഇരിക്കൂ. ഈ റെസ്ക്യൂ ഷെൽട്ടർ എന്നൊക്കെ പറഞ്ഞാൽ ഒരുമാതിരി ഹൊറിബിൾ ലൈഫാണ് അവിടെ. ഇതുപോലൊരു പെൺകുട്ടി അവിടെ ചെന്ന് പെട്ടാൽ ഏതായാലും ആ പെൺകുട്ടിയോട് നിങ്ങൾ മനുഷ്യത്വം കാണിച്ചു. അല്പം കൂടി സാവകാശം കിട്ടിയാൽ അവൾ തുറന്ന് സംസാരിക്കുമെന്നാണ് എന്റെ വിശ്വാസം. അതുവരെ അവളെ എന്റെ കൂടെ താമസിപ്പിക്കണമെന്നോ? അതൊന്നും നടക്കൂല. സോറി, ഞാൻ നിർബന്ധിക്കൊന്നുമല്ല. നിങ്ങളെ അറിയാവുന്ന സ്ഥിതിക്ക് ഒരു അഭിപ്രായം ചോദിച്ചെന്നേ ഉള്ളൂ. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഈ രാത്രിയിൽ ബുദ്ധിമുട്ടിച്ചാൽ ക്ഷമിക്കണം. അകത്തേക്ക് വരാം. വാചി ടെലഗ്രാമോ ഫോണോ എന്തായാലും ശരി, എത്രയും വേഗം നീ നിന്റെ വീട്ടുകാരെ വിവരം അറിയിക്കുക. അവർ വരട്ടെ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എന്താ എന്നാ പോയി കിടന്നോ. ചേച്ചി അങ്ങനത്തില്ല. ഇവിടെ എന്ത് ഇങ്ങനെ ഒരു പെണ്ണ് ഇവിടെ ഉണ്ടെന്നുള്ള വിവരം പുറത്തറിഞ്ഞാൽ ഞാൻ കുഴപ്പമുണ്ടോ? അന്ന് നിന്റെ അന്ത്യമായിരിക്കും. പോടാ. അറിയില്ല അറിയില്ല. അറിഞ്ഞാലെന്ത്? ക്ലാസ്സിലേക്ക് കൊടുക്കും. अरे यार होल्ड इट प्रॉपर्ली. या that's it. या थोड़ा थोड़ा नीचे. Shraddha, may I help you? No, it's okay. പിന്നെ എനിക്ക് ശ്രദ്ധയോട് വിക്കാതെ കാര്യം പറ ജിജി. അത് ഞാൻ തനിക്ക് എന്നോട് പ്രേമം, പക്ഷെ അത് തുറന്നു പറയാനുള്ള ഗട്സ് പോലും ജിജിക്കില്ല. ശ്രദ്ധയുടെ ഈ പരിഹാസം വല്ലാത്ത ടോർച്ചറിംഗ് ആണ്. ശ്രദ്ധ ഇതുപോലല്ലാതെ വേറെ മറ്റേതെങ്കിലും രീതിയിൽ സംസാരിച്ച് ജിജി കേട്ടിട്ടുണ്ടോ? ശ്രദ്ധ, ഐ എം സീരിയസ്. ഓഹോ, ഐ സെഡ് ഐ എം സീരിയസ്. ഐ എം നോട്ട് അറ്റ് ഓൾ സീരിയസ്. എനിക്ക് ജിജിയെ ഇഷ്ടമാണ്.
മറ്റെല്ലാരെയും പോലെ ലെറ്റ് us be good friends. Got it? പാവാടപ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ ഫുൾ സാരി ചുറ്റിയിരുന്നു നീ ഫുൾ സാരി. ബിൻസി ഒന്ന് പിടിച്ചേ, രണ്ടെണ്ണം പിടിച്ചോളൂ, അതാണ് എന്റെ ആരോഗ്യത്തിന് നല്ലത്. ബിൻസി ഇപ്പോഴും പഴയ സ്റ്റാൻഡിൽ തന്നെയാണല്ലേ? എന്റെ അഭിപ്രായത്തിന് യാതൊരു മാറ്റമില്ല. ഓഹോ, അപ്പൊ അടിയുള്ളായിരിക്കാനല്ലേ ബക്കറ്റ് രണ്ട് കൈ കൊണ്ടും പിടിക്കാൻ പറഞ്ഞത്? അതെ. ഒട്ടും നാണില്ലല്ലേ? ഇല്ല, ഒട്ടും നാണൂല. കുറച്ച് തരുമോ? എന്നോട് ഉള്ളിൽ സ്നേഹം ഉണ്ടല്ലേ? കടിക്ക് ഞാൻ ഒന്ന് അനങ്ങാണ്ട് നിക്കുന്നേ. ഞാൻ ഈ ചുമന്ന പെയിന്റ് കൊണ്ട് ഞാൻ നിന്നെ ഒരു ചെങ്കോട്ടയാക്കും. ബിൻസി, അന്ന് അറിഞ്ഞ പോവുണ്ടല്ലോ, അതിപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എവിടെ? എന്റെ ഹൃദയത്തിൽ. എന്താ വിശ്വാസമായില്ലേ? കാരണം പിന്നെ നമുക്ക് ആരും അറിയാതെ ഒരു ഫ്ലൈറ്റ് കൊടുത്ത് നീലാകാശത്തിന്റെ ഏതെങ്കിലും ഒരു കോണിലേക്ക് പോയാലോ? അയ്യോ, ഞാനില്ല. അയ്യോ, അങ്ങനെ പറയരുത്. അവിടെ നമ്മൾ മാലാകമാരെ പോലെ ഇങ്ങനെ തത്തി കളിച്ച് ഡുവറ്റ് ഒക്കെ പാടിയിട്ട് ഇങ്ങനെ. അയ്യോ, എന്താണ് നീലാകാശം ഇടിഞ്ഞു വീഴുന്നു? മരിക്കരുത്, ഒരുമിച്ച് മരിക്കാം. എനിക്ക് കണ്ണാണൂല. അയ്യോ. ബാഗി ജീൻസും ഷൂസും അണിഞ്ഞ് ടൗണിൽ എത്തി നടക്കാൻ 100cc ബൈക്കും അതിലൊരു പൂജാഭട്ടും വേണം. അറുപോറാണേ മാറ്റിനി കാണാൻ. കഥയിനി വേണ്ടേ വേണ്ട, കല്യാണങ്ങൾ വേണ്ട. We want fair resolution lotion, you want beauty lotion. പക്ഷികളൊന്നും തേടി കളിക്കാറില്ല, കൂടെയുറങ്ങാൻ മാരേജ് ആക്ടും താലിയൊന്നും വേണ്ട. We don't fight anymore. We want a resolution lotion, you want beauty lotion. Don't tell us anymore. We want a revolution fiction, we want liberalization. പൂവുകളെന്തിനു പുഞ്ചിരി കാണാൻ കണ്ണില്ലാത്തൊരു വേൾഡിൽ പൂമ്പാറ്റകളായി എന്തിനു ജന്മം പാഴാക്കുന്നു നമ്മൾ. ഒത്തുകഴിഞ്ഞുമടുത്താൽ തമ്മിൽ ഗുഡ് ബൈ ചൊല്ലിപ്പിരിയാം. We want a revolution lotion, you want beauty lotion. ബാഗി ജീൻസും ഷൂസും അണിഞ്ഞ് ടൗണിൽ ചെത്തി നടക്കാൻ 100cc ബൈക്കും അതിലൊരു പൂജാവട്ടും വേണം.
ചായ കുടിക്കേ. അയ്യേ, ഈ ചുരിദാർ അപ്പടി അഴുക്കാണല്ലേ. ചേച്ചി ആകപ്പാടെ ഈ ഒരു ഡ്രസ് മാത്രമേ കൊണ്ടുവന്നുള്ള. ഏതിന് ചായ കുടിക്ക്. തൽക്കാലം നമുക്ക് വേറെ പണി ഒപ്പിച്ചളാം. ചുടിദാറോ? ഫാത്തിമ! 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 ഒന്ന് ഓടി വാ. ഒന്ന് വേഗം വാ പിള്ളേ. ദോ, ഈശ്വർ സാറിന്റെ ടെറസിലുണ്ടോ? ടെറസിലെന്താ? ആ, അയ്യലെന്താ? തുണികൾ. തുണികളാണെന്ന് എനിക്കും അറിയാം. എന്ത് തുണികൾ? ചുരിദാറും കമ്മീസും ഉണക്കാൻ ഇട്ടിരിക്കുന്നു. അതിനെന്താ? ആ വീട്ടിൽ ചുരിദാറും കമ്മീസും എങ്ങനെ വന്നു? ഈശ്വർ സാറിന്റെ അമ്മ വന്നിട്ടുണ്ടാവും. അയ്യോ, ഒരു രക്ഷയില്ല. ഈശ്വർ സാറിന്റെ അമ്മ, അതും 10-60 വയസ്സ് കഴിഞ്ഞ നാട്ടുമ്പുറത്തുകാരി, ചുരിദാറും കമ്മീസിലും. വെറുതെ ഇല്ല സക്കീർ സാർ ഇടയ്ക്കിടയ്ക്ക് ട്യൂബ്ലൈറ്റ് എന്ന് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് ശുദ്ധ മലപ്പുറം എന്ന് വിളിക്കാറുണ്ട്. ഞാനും ഒരു പേരിടാം. അയ്യടാ. ഞാനേ ദേ വരുന്നു. CID വർക്ക്. രാമോ ചായ. നിന്നോട് ആര് പറഞ്ഞു നീ ഉടുപ്പെടുത്താൻ? പഴയതാണെന്ന് പറഞ്ഞിട്ട് രാമു എടുത്തു തന്നതാ. അപ്പൊ നിന്റെ ഡ്രസ് എന്തി? എന്റെ ഡ്രസ് കഴുകി പുറത്ത് ഉണക്കാനിട്ടിരിക്കുക. പുറത്തുണക്കാനിട്ടിരിക്കുന്നോ? പോയെടുത്തോ. അല്ലെങ്കിൽ നീ പോണ്ട. നിന്നെ പുറത്ത് കണ്ടുപോരുത്. എടാ രാമോ. രാമു മാർക്കറ്റിൽ പോയി. ഒയ്യോ. ആരാ? സാറിന്റെ ആരാ? ബന്ധുവാ? ഭാര്യ? 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 ചേച്ചി, ബിൻസി, ആ കൊരങ്ങന്മാരെ എവിടെങ്കിലും കണ്ടോ? ആരെ? ആ കൊക്കു തോമസും ഗ്രൂപ്പും. ആ, അവർക്കിന്ന് ഓഫാ. എവിടെയെങ്കിലും കറങ്ങി നടക്കണുണ്ടാവും. എന്താ കാര്യം? അത് നിങ്ങളടുത്ത് പറഞ്ഞാലൊന്നും ശരിയാവില്ല. ഞാൻ പോണു. നിങ്ങൾ ഞാൻ എവിടെയൊക്കെ തേടിയെന്നറിയോ? എന്താ പ്രശ്നം? ഈശ്വർ സാറിന്റെ വീട്ടിൽ ഒരാറ്റൻ ചരക്കിനെ കണ്ടു. ചരക്കോ? അതെ. അയ്യോ, ഇതിനെ വിശ്വസിക്കല്ലേ, കംപ്ലീറ്റ് തോന്നിയാണ്. അയ്യോ സത്യം, എന്റെ 2 കണ്ണാണ് സത്യം. ഞാൻ കണ്ടതാ. നല്ല സുന്ദരി കുട്ടി. വെറുതെ അല്ല ഞാൻ വളച്ചിട്ട് ഓടിയാത്തത്. ഇനി വല്ല റിലേറ്റീവ് ആയിരിക്കോ? പിന്നെ റിലേറ്റീവ് അല്ലേ സാറിന്റെ ലുങ്കിയും ജുബയും ഉടുത്ത് നിൽക്കുന്നത്. എന്നാ പിന്നെ ആരായിരിക്കും? അന്വേഷിച്ചു കണ്ടുപിടിച്ചോളൂ. ഞാൻ പോണു. ബൈ. अरे क्या बात है? और एक चौकरी. ചോക്കരി. അരേ ബാപ്പരെ, വോ ഭി മദ്രാസി. മദ്രാസി എന്ന് പറയുമ്പോ തനിക്ക് എന്തോ അത്ര ദേഷ്യം? ഏയ് ദാസേ. ഞാനാ? Come on. എന്താണ്? എവിടുന്ന് ഒപ്പിച്ചു അന്യനാട്ടിൽ ഇങ്ങനെ ഒരു ചരക്കിനെ? ചരക്കോ? ഞാനോ ഒപ്പിച്ചെന്ന്? ശ്രദ്ധ എന്തായി പറയുന്നേ? നീയല്ലേ എന്ന് പറഞ്ഞത് ഈശ്വർ സാറിന് ഒരു പെണ്ണിന്റെ മുമ്പേ മുട്ടുകുത്തിക്കുന്നു. അതിന് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ആ പെണ്ണിന്റെ ഐഡന്റിറ്റി സാർ കണ്ടുപിടിക്കുന്നവരെ നീ സേഫ്. കണ്ടുപിടിച്ചാൽ ആ നിമിഷം നിന്റെ കാര്യം. അയ്യോ ശ്രദ്ധ, ഞാൻ പറയുന്നു ശ്രദ്ധക്ക്. എനിക്കൊന്നും അറിഞ്ഞൂടാ. ഒന്നും പറയണ്ട. ഓരോ കുരിശ്. ഒന്ന് എണീറ്റേ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. എന്താ? ഈശ്വർ സാറിന്റെ വീട്ടിലൊരു പെണ്ണ്. പെണ്ണാ? എവിടെ? അയ്യടാ, ഈശ്വർ സാറിന്റെ വീട്ടില്.
ഈശ്വർ സാറിന്റെ വീട്ടിൽ പെണ്ണ. അവിടെ പെണ്ണുമില്ല, പെടക്കോഴിയില്ല. ഇത് ചോദിക്കാനാ നീ പാതിരാത്രി എന്നെ വിളിച്ചോത്തിയത്? ആര് പറഞ്ഞു? അവിടെ പെണ്ണുണ്ട്, നിങ്ങൾക്കും അറിയാം. നിങ്ങൾ ഓണം വിളിച്ചിരുന്നു ഒത്ത വിളിക്കുക. ആണുങ്ങളായ ചിലപ്പോ പെണ്ണുങ്ങൾ ഉണ്ടാവും. നിനക്കെന്താ നഷ്ടം? നീ കിടന്നുറങ്ങാൻ നോക്ക്. ലക്ഷ്മി എന്നവളുടെ പേര്. വക്കയിലൊരു കസിന. എറണാകുളത്ത് എന്റെ വീടിനടുത്ത് തന്നെ താമസം. ഇവിടെ അടുത്ത ഏതോ ഒരു കമ്പനിയിൽ ഇന്റർവ്യൂവിന് വന്നതാ. കഴുത. ട്രെയിനിൽ വെച്ച് ബാഗും പേഴ്സും ഒക്കെ നഷ്ടപ്പെട്ടു. പിന്നെ ഓർമ്മയിലുള്ള എന്റെ അഡ്രസ് വെച്ചാ വീട് കണ്ടുപിടിച്ചത്. എന്നാലും വീട്ടുകാർ ഒറ്റയ്ക്ക് ആ പെണ്ണിനെ ഇത്ര ദൂരം അയച്ചല്ലോ. അത് ഞാൻ അവളോട് ചോദിച്ചു. അപ്പൊ അവള് പറയാ ഒറ്റയ്ക്ക് വന്നാൽ എന്താണെന്ന്. ഇപ്പോഴത്തെ പെൺകുട്ടിയുടെ കാര്യേ. നിന്റെ റിലേറ്റീവ് വരുത്തിയുണ്ടല്ലോ ഒരു കാന്താരി ശ്രദ്ധ, അവളെന്താ മുതല്? കരുതിയാ ലക്ഷ്മിയുടെ വീട്ടിലേക്ക് വിവരം അറിയിച്ചിട്ടുണ്ട്. മറുപടി ഒന്നും വന്നില്ല. എന്നാ അവളെ ഒറ്റയ്ക്ക് വിട്ടാലോ? അത് ഞാൻ അവളോട് പറഞ്ഞു. ഒറ്റയ്ക്ക് പോകാൻ ഇപ്പൊ അവക്കൊരു പേടി. ഏതായാലും സാർ അവൾക്ക് 2 ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തു. എത്ര ദിവസമാ അതേ ചുരിദാറും ലുങ്കിയും ആ ജുബ്ബ ഇട്ടുകൊണ്ട്? सारी स्कर्ट्स ब्लाउज और क्या साहब? और क्या साहब? ये ब्रेसियर. हाँ। व्हाट्स द साइज सर? ये ब्लाउज का साइज. ഈശ്വർ സാർ ലേഡി ഷോപ്പിലോ? ഇത് ഫ്ലാഷ് ചെയ്യേണ്ട ന്യൂസ് ആണല്ലോ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെടാറുണ്ടെങ്കിലും തങ്കപ്പെട്ട മനസ്സാ സാറിൻ്റെത്. ഈ കാണുന്ന ദേഷ്യമൊക്കെ അപ്പോഴത്തേക്കേ ഉള്ളൂ. ഞാൻ പിന്നെ ഇടയ്ക്കൊക്കെ ഉപദേശിക്കാറുണ്ട് ഈ സ്വഭാവമൊക്കെ മാറ്റണോന്നെ. സാറിന്റെ ജീപ്പില്ല. അപ്പൊ സാറില്ല, ഷുഗറാണ്. അയ്യാ, അപ്പൊ ചരക്കിനെ കാണാൻ പറ്റൂ? കണ്ടെങ്കിൽ കൊണ്ടിട്ടാ പോവും. അല്ല, ഉണ്ടായി കണ്ടിട്ടാ പോകുന്നു. അല്ല, കമ്പി മുള്ള്. എന്തിനാ കമ്പി വെക്കാൻ പിടിക്കാൻ പോയത്? പിടിച്ചെടുത്തോണ്ട് കമ്പി വെച്ചിട്ടല്ലേ? ഫോളോ ഫോളോ നീ. ആ കഥയൊക്കെ പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അങ്ങോട്ടൊക്കെ പോകില്ലേ? എവിടെ നോക്കിയാ നടക്കുന്നത്? ഞാൻ അയ്യോ, എന്റെ ദൈവമേ, ആ കുരങ്ങൻ മരുന്നാ വരുന്നുണ്ട്. ചേച്ചി അകത്ത് പോ, അകത്ത് പോ. ചേച്ചി അകത്ത് പോകാൻ വെളിയിൽ കാണരുത്. മുഖത്ത് കൂടില്ല. സൂചിച്ച് അകത്തേക്ക് നോക്കിയാൽ ഇങ്ങനെ കണ്ണട മാറ്റം. അതെന്റെയാടാ. പറഞ്ഞപ്പോഴേക്ക് സംശയം ഉണ്ടായിരുന്നു. ഇവിടെ പെണ്ണുണ്ടെന്ന്. എന്താ എല്ലാരും കൂടെ? എന്താന്നാ ചോദിച്ചത്? सर സർ ചില ഡൗട്ട്സ് ചോദിക്കാനുണ്ടായിരുന്നു സർ. ഡൗട്ട്സ് ഒക്കെ ഓഫീസിൽ വന്നിട്ട് മതി. സർ നാളെ സൺഡേ ആണ് സർ. സൺഡേ കഴിഞ്ഞാൽ മൺഡേ ഉണ്ട്. പോണം സർ. എടാ പ്രാ, ആരാടാ അത് പറഞ്ഞത്? ഞാൻ ബ്രാസീൽ വാങ്ങിച്ച ആർക്കാടാ നഷ്ടം? നിനക്കാണോ? നിന്റെയൊക്കെ അവളമാർക്കല്ലോ വാങ്ങിച്ചത്. ദാസാ, നീയാ പറഞ്ഞതെന്ന് എനിക്കറിയാം. നിന്റെ വെള്ളത്തിൽ എന്റെ അടുത്ത് വേണ്ട. സാർ, ഞാൻ ഈ ബ്രാന്ന് പറഞ്ഞത് സാർ, ആ ലൈറ്റിന്റെ ബ്രാക്കറ്റ് പോയി കിടക്കുകയാണ്. ഇലക്ട്രീഷ്യനെ വിളിച്ച് നന്നാക്കാൻ രാമുവിനോട് പറയത്. പോണം. ഞാൻ കഴിച്ചപ്പെട്ടറിയാ. എടാ രാമ, ആരുടെ ശബ്ദമാണല്ലോ? ഇവിടെ നിൽക്കായിരുന്ന ഞാനിത് എവിടെ തിരക്കി. കുഴപ്പമായി, ആകെ കുഴപ്പമായി. എന്താടാ? നാട്ടിലുള്ള അമ്മാവനും അമ്മായും വന്നിട്ടുണ്ട്. അവർക്ക് കാശിക്ക് പോയെന്നുള്ള അമ്മ എഴുതിയിരുന്നത്. തീർത്ഥയാത്രയൊക്കെ കഴിഞ്ഞുള്ള മടക്കത്തിലാണ് ഇങ്ങോട്ട് വന്നത്. അമ്മ കൊടുത്ത കൊണ്ടാട്ട അച്ചാറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്.
ആരാണ് ഒന്നിന് പുറകെ വേറൊന്ന് ഒഴിയാബാധ പോലെ. എന്ത്? അവരവിടെ കണ്ടോടാ. കണ്ട്. എന്നിട്ട് എന്നോട് ഇവളാരാണെന്നൊക്കെ എന്ന് നീ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞ പേര് മഹാലക്ഷ്മിയാണ്. സാറിന്റെ ഭാര്യയല്ല. ഭാര്യയല്ല, ആരുമല്ല. ഒരു ആപത്ത് വിട്ടപ്പോൾ രക്ഷപ്പെടുത്തിക്കൊണ്ടെന്നാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടെങ്കിൽ മാറ്റി പറയാം. പക്ഷെ ഞാൻ പറഞ്ഞൊന്നും അവർക്ക് വിശ്വാസമായിട്ടില്ല കേട്ടാ. എങ്ങനെ വിശ്വസിക്കും? സ്ത്രീകൾ ആപത്തുപ്പെടുമ്പോ രക്ഷിക്കാൻ നീ ആര്? ഭഗവാൻ ശ്രീകൃഷ്ണനാ? അല്പം കൂടി വിശ്വസിക്കാവുന്ന തരത്തിലുള്ള കഥ ഉണ്ടാക്കാമായിരുന്നില്ലേ നിനക്ക്? 10-30 കൊല്ലായി ഞാൻ കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട്. എന്നെ അങ്ങനെ വേറൊരു മണ്ടനാക്കല്ലേ മോനെ. നാത്തു മോനെ കല്യാണം കഴിക്കാൻ പറഞ്ഞ് നിർബന്ധിക്കുമ്പോ വിമാനം പറക്കട്ടെ, മേടം വരട്ടെ, ചിങ്ങം കഴിട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇവൻ ഒഴിഞ്ഞു മാറിയത് എന്തിനാണെന്നേ ഇപ്പൊ അമ്മാവന് മനസ്സിലായ? എത്ര പ്രാവശ്യം ഞാനും അവള് ഇവനോട് ചോദിച്ചതാ മനസ്സിലാരെങ്കിലും ഉണ്ടോന്ന്. അന്നൊക്കെ അമ്മ നിശ്ചയിക്കുന്ന പെണ്ണിനെ മാത്രമേ കല്യാണം കഴിക്കൂന്നായിരുന്നല്ലോ പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ എന്തായി? ഇങ്ങനെയൊന്നും മനസ്സിലുള്ള കാര്യം നമ്മളോട് പറഞ്ഞാ പോരായിരുന്നോ? ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കില്ലേ നാത്തൂനെ കൊണ്ട്? അമ്മാവനും അമ്മായി എന്ത് മനസ്സിലാക്കിയിട്ടായി പറഞ്ഞു കൂട്ടുന്നത്? ഈ പെണ്ണിനെ പറ്റി ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യ. വിശ്വാസമല്ലേ? അവളോട് ചോദിച്ചു നോക്ക്. നീ ഒന്നും പറയണ്ട. വെറുതെ കള്ളം പറഞ്ഞിട്ട് എന്തിനാ പാപം വലിച്ചു കൂട്ടുന്നത്? ജീരകവെള്ളം ഞാൻ അങ്ങോട്ട് കൊടുക്ക. നിന്ന് വേർക്കുന്നുണ്ടില്ലേ? വെള്ളം ഞാനെന്ത് ചെയ്ത്? ഇതാപ്പ നന്നായത്. അങ്ങാടി തോറ്റേനെ അമ്മോടൊന്ന് പറഞ്ഞ കണക്ക്. ആ പറ്റേ ഇന്നലെ അമ്മായി പറഞ്ഞൊന്നും നീ കാര്യാക്കരുത് കേട്ടാ. എത്രയും പെട്ടെന്ന് നിന്നെയും കൊണ്ട് നാട്ടിലേക്ക് വരാൻ ഞാൻ അവനോട് പറയാം. ഇങ്ങോട്ട് വരുമ്പോ ഈ പെട്ടിക്ക് ഇത്ര വെയിറ്റ് ഉണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ വിചാരിക്കാൻ പാടില്ല. അമ്മാവനാണ്. ഇത് പുറകിലേക്ക് വെച്ചോളൂ. ഓ, മുമ്പിൽ വെക്കാൻ പറ്റൂലല്ലോ, ബോണറ്റല്ലേ. ആ ഏതായാലും നടക്കണ്ടൊക്കെ നടന്നു കഴിഞ്ഞു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എത്രയും വേഗം നീ അവളെയും കൊണ്ട് നാട്ടിലേക്ക് വരിക. നിന്റെ അമ്മ ഞങ്ങൾ എങ്ങനെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം. അമ്മ എന്ത് മനസ്സിലാക്കട്ടെ ഈ പറയുന്നേ? വെറുതെ നീ ഇരുട്ടോണ്ടോ ഓട്ടോ അടയ്ക്കാൻ നോക്കണ്ട. മനസ്സിലാക്കണ്ടൊക്കെ ഞങ്ങൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞു. അവിടെ എന്തെടുക്കുക? സമയായി. ആ ഞാനേ വന്നു. ദേ മോനെ ട്രെയിനിന് സമയം. വേം വാ. അമ്മായി പറഞ്ഞിട്ട് പോയി കേട്ടില്ലേ? മനസ്സിലാക്കേണ്ടതൊക്കെ അവർ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന്. ഇതുവരെ ഇവിടെ അറിയുള്ളൂ, ഇനിയിപ്പോ നാട്ടിലും. തൃപ്തിയായില്ല നിനക്ക്? പലവട്ടം വിവാഹം കഴിക്കാൻ അമ്മ നിർബന്ധിച്ചിട്ട് ഒഴിഞ്ഞു മാറിയതാ ഞാൻ. എയർഫോഴ്സും റിസർച്ചും മാത്രമായിരുന്നു മനസ്സിലാകെ. അവസാനം അമ്മയുടെ നിർബന്ധം സഹിക്കാതായപ്പോ അമ്മ നിശ്ചയിക്കുന്ന ഏത് പെണ്ണിനെയും വിവാഹം കഴിച്ചോളാന്ന് ഞാൻ വാക്കും കൊടുത്തു. പുക കണ്ടാലേ ആളിക്കെത്തുന്ന തീയാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തില എന്റെ അമ്മ. ഇവിടെ കണ്ടത് ഇരട്ടിയാക്കിയുള്ള അമ്മയുടെ വിവരണം കൂടെ കേൾക്കുമ്പോ ഞാൻ നിന്നോട് എന്ത് അപരാധം ചെയ്തു ഈ ശിക്ഷ അനുഭവിക്കാൻ? ആ സാറ് വരുന്നു. സർ, എനിക്ക് സ്നേഹം നൽകിയവർക്കൊക്കെ ദുഃഖമേ ഞാൻ തിരിച്ചു നൽകിയിട്ടുള്ളൂ. ഞാൻ കാരണം അങ്ങയുടെ സ്വസ്ഥത നശിച്ചു. ഏറെ അപമാനം സഹിക്കേണ്ടി വന്നു. ഇനിയും അങ്ങയ്ക്കൊരു ഭാരമായി തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നോട് പൊറുക്കണം, ക്ഷമിക്കണം. ഇത്രയും നാൾ എന്നോട് കാണിച്ച അനുകമ്പയ്ക്ക് നന്ദി. ഞാൻ വിട പറയുന്നു. ലക്ഷ്മി.
ഇറങ്ങടി. तुमको दिया हुआ मोहलत खत्म हो गया। रेड अलर्ट के पेपर्स कहाँ हैं? माफ करना, मुझसे ये काम नहीं हो सकता. പിന്നെ നിന്നെ എന്തിനാടി അവന്റെ അടുത്ത് അയച്ചത്? സുഖിച്ച് താമസിക്കാനാ? എന്നെ കൊണ്ട് സാധിക്കുമെന്ന് തോന്നുന്നില്ല. സാധിക്കണം, അല്ലെങ്കിൽ നിനക്ക് നിന്റെ കുഞ്ഞിനെ മറക്കേണ്ടി വരും. എനിക്ക് എന്റെ കുഞ്ഞിനെ ഒന്ന് കാണണം, പ്ലീസ്. ജാവേദ്, बच्ची को दिखाओ. നിനക്ക് 10 ദിവസം കൂടി സമയം തരുന്നു. അതിനുള്ളിൽ നിന്നെ ഏൽപ്പിച്ച ജോലി നീ തീർത്തില്ലെങ്കിൽ എന്നേക്കുമായി കുഞ്ഞിനെ മറന്നോ. അയാളോടൊപ്പം നിന്ന് ഞങ്ങളെ ഒറ്റുകൊടുക്കാമെന്ന് ചിന്തിച്ചാൽ പോലും നിന്റെ കുഞ്ഞിനെ നീ പിന്നെ കണി കാണില്ലെന്ന് ഓർപ്പിച്ചോ. സാറേ, സാറേ, ആ ഇവിടെ ഇരിക്കായിരുന്ന ചേച്ചി അവിടെ ഒന്നും ചെന്നിട്ടില്ല. അതിന് ഭയങ്കരമായിട്ടല്ലേ വഴക്ക് പറഞ്ഞത്. അതിന്റെ വിഷമം കാണും. എന്റെ ദൈവം ഇനി വല്ല കടുങ്ങയും കാണിക്കുന്ന എന്റെ പേടി. എന്തായാലും നേരെ എത്രയല്ലേ ആയുള്ളൂ. നമുക്ക് ടൗണിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ. റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് ഞാൻ നോക്കാം. സാറ് എന്ന് ഒന്നും മിണ്ടാതെ പോവാണ്. സാറിനൊന്നും ഇല്ലായിരിക്കും, പക്ഷെ എനിക്ക് എന്റെ സ്വന്തം പെങ്ങളെ പോലെയാ. ലക്ഷ്മി, നീ എന്തായി കാണിച്ചത്? ഊരും ഭാഷയൊന്നും അറിയാത്ത നീ ഇവിടെ എന്ത് ചെയ്യാൻ? എല്ലാരും കൂടെ ഒരു മനുഷ്യനിട്ട് വട്ടുപിടിപ്പിച്ച ഞാൻ എന്ത് ചെയ്യും? അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വീട്ടിൽ നിന്ന് ആരും വരാത്തതിൽ ദുഃഖമൊന്നും വേണ്ട. വരുന്നില്ലെങ്കിൽ വേണ്ട. വാ, നമുക്ക് പോവാം.